മോട്ടോർ വാഹന വകുപ്പിന്റെ വാളയാർ ചെക്ക് പോസ്റ്റിലടക്കം സൂക്ഷിച്ചിരുന്ന നിർണായക ഡിജിറ്റൽ രേഖകൾ നഷ്ടമായി. തകരാറിലായ സെർവറുകൾ അശാസ്ത്രീയമായി ഫോർമാറ്റ് ചെയ്തതിലൂടെയാണ് രേഖകൾ നഷ്ടമായത്. SSG സെല്ലിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതും വിനയായതായി സൂചനയുണ്ട്. അതേസമയം സാങ്കേതിക സംവിധാനങ്ങൾ തകരാറിലായതോടെ ഓഫീസുകളിൽ പൊതുജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ വകുപ്പ് മേധാവിക്ക് നൽകിയ പരാതി ജനം ടിവിക്ക് ലഭിച്ചു. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുധീഷ്, അങ്ങനെയെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമല്ലോ, വിവരങ്ങൾ എന്താണ്? വീണ, കഴിഞ്ഞ 3 മാസത്തോളമായി അതായത് ഏപ്രിൽ 31-ന് സീഡിറ്റിൻ്റെ സേവനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് നിർത്തിയിരുന്നു. ഇതിന് ശേഷം പുറത്തു നിന്നുള്ള ആൾക്കാരാണ് സെർവറും മറ്റ് കമ്പ്യൂട്ടറും ഇത്തരം IT മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അതിൻ്റെ ഇടയിലാണ് പഴക്കം ചെന്നതായിരുന്നു എങ്കിൽ പോലും വാളയാർ ചെക്ക് പോസ്റ്റിലെ അടക്കം പാലക്കാട് ജില്ലയിലെ 3 സെർവറുകളാണ് തകരാറിലായത്. ഇത്തരത്തിൽ സെർവറുകൾ തകരാറിലായാൽ അതിൻ്റെ അറ്റകുറ്റപ്പണിയും മറ്റും നടത്തുന്നതും ഫോർമാറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ SSGയുടെ ഒരു നിർദ്ദേശം കൂടി പാലിച്ചുകൊണ്ട് വേണം അത് ചെയ്യാനെന്നതാണ് മോട്ടോർ വാഹന വകുപ്പിൽ നടന്നു വന്നിരുന്ന കീഴ്വഴക്കം. എന്നാൽ ഇതൊന്നും പാലിക്കാതെ ഇത് ഫോർമാറ്റ് ചെയ്തതോടുകൂടി ഇതിനകത്ത് ശേഖരിച്ചിരുന്ന വിവരങ്ങളെല്ലാം നഷ്ടമായി. ഇപ്പം പരിവാഹനിൻ്റെ സഹായത്തോടെ ആ ആപ്പ് വഴിയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങളൊക്കെ ലഭ്യമാക്കുന്നതെങ്കിൽ കൂടിയും ഇതുമായി ബന്ധപ്പെടുത്തിയതും അതിനോടൊപ്പം തന്നെ 4 വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നതുമായ സെർവറാണ് ഇത്തരത്തിൽ അതിലെ രേഖകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ കാലത്ത് ഏതെങ്കിലും കാര്യങ്ങൾ തിരയണമെങ്കിൽ അത് വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിക്കും. ഇത്തരത്തിൽ ഉണ്ടായ ഈ ഒരു സംഭവം അത് വലിയ രീതിയിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ രേഖകൾ പ്രധാനമായി കരുതിയിരുന്ന രേഖകൾ തന്നെയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് വലിയ തിരിച്ചടി മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കും മറ്റും ഉണ്ടാക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഇതേ സാഹചര്യത്തിൽ തന്നെ മൊത്തത്തിൽ തന്നെ സാങ്കേതിക സംവിധാനങ്ങൾ, അതായത് കമ്പ്യൂട്ടർ, പ്രിൻ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ വ്യാപകമായി കേടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇത് പരിഹരിക്കാൻ ഈ രംഗത്ത് ഇല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിശീലനം ലഭിച്ച ഇല്ലെങ്കിൽ അത്തരം ഒരു അനുഭവ സമ്പത്തുള്ളവരുടെ സേവനം ഇപ്പോൾ ലഭ്യമാക്കാനും സാധിക്കുന്നില്ല. ഇത് മൊത്തത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് വലിയ രീതിയിൽ പൊതുജനങ്ങളുടെ എതിർപ്പുണ്ടാകുന്നു, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയ കത്താണ് കൊല്ലം ജില്ലയിലുള്ള RTO ഓഫീസിൽ നിന്ന് ഇത്തരത്തിൽ വകുപ്പ് മേധാവിക്ക് പോയിട്ടുള്ളത്. അതിൻ്റെ പകർപ്പാണ് ജനം TVക്ക് കിട്ടിയിട്ടുള്ളതും. അത് വലിയ രീതിയിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിലെ രസം, ഇത്തരത്തിൽ ഒരു കത്ത് വകുപ്പ് മേധാവിക്ക് നൽകിയ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇല്ലെങ്കിൽ അതിന് ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളാകെ തന്നെ കുത്തഴിഞ്ഞ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് പുറത്തുനിന്നുള്ള ആൾക്കാർ ഇത്തരം സേവനങ്ങൾ ചെയ്യുമ്പോൾ അത് വൈഫൈ പാസ്വേഡും ID. ശരി സുധീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നാലും ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിവ്. നോക്കാം എന്ത് സംഭവിക്കുമെന്ന്.